മരുന്ന് വിതരണം നിലച്ച് 5 ദിവസം പിന്നിടുന്നതോടെ കോഴിക്കോട് മെഡിക്കൽ കോളേജിന്റെ പ്രവർത്തനം പ്രതിസന്ധിയിലായി. ശസ്ത്രക്രിയകൾ ഉൾപ്പെടെ മാറ്റിവെക്കാൻ നിർബന്ധിതരായിരിക്കുകയാണ് ആശുപത്രി അധികൃതർ. കളക്ടറുമായി ഇന്ന് നടക്കുന്ന ചർച്ചയ്ക്ക് ശേഷമേ മരുന്ന് വിതരണം പുനരാരംഭിക്കുന്നതിനെക്കുറിച്ച് തീരുമാനമെടുക്കുമെന്നാണ് ഓൾ കേരള കെമിസ്റ്റ് ആൻഡ് ഡ്രഗിസ്റ്റ് അസോസിയേഷന്റെ നിലപാട്. 75 കോടി രൂപ കുടിശ്ശിക വന്നതോടെയാണ് വിതരണക്കാർ കഴിഞ്ഞ ശനിയാഴ്ച മുതൽ കോഴിക്കോട് മെഡിക്കൽ കോളേജിലേക്കുള്ള മരുന്ന് വിതരണം നിർത്തിയത്. ഇതോടെ ആശുപത്രിയുടെ പ്രവർത്തനങ്ങൾ പ്രതിസന്ധിയിലായി. മരുന്നുകൾക്കൊപ്പം ശസ്ത്രക്രിയാ ഉപകരണങ്ങളുടെ സ്റ്റോക്കും തീർന്നത് പ്രതിസന്ധി ഇരട്ടിയാക്കി. ഓർത്തോ വിഭാഗത്തിൽപ്പെടുന്ന ശസ്ത്രക്രിയകൾ കഴിഞ്ഞ ദിവസം മാറ്റിവെക്കേണ്ട സാഹചര്യവുമുണ്ടായി. കുറിപ്പടികളിലെ മരുന്നുകളിൽ മിക്കതും പുറത്തുനിന്ന് വാങ്ങേണ്ടി വരുന്നത് രോഗികൾക്കും വലിയ ബുദ്ധിമുട്ട് സൃഷ്ടിക്കുകയാണ്. ഈ മാസം 31-നകം ഡിസംബർ വരെയുള്ള കുടിശ്ശിക തന്നു തീർത്താൽ മാത്രമേ മരുന്ന് വിതരണം പുനരാരംഭിക്കൂ എന്നാണ് വിതരണക്കാരുടെ നിലപാട്. 24 കോഴിക്കോട്.